ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന കേരള ഗവേണൻസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണിന്ന് പറയുന്നത്. വരാനിരിക്കുന്ന ലബോറട്ടറി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഇതെന്തായാലും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് ഉറപ്പിക്കാൻ കഴിയും. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. ഉത്തരം സ്നേഹസാന്ത്വനം. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, ക്ഷീരസാന്ത്വനം. അതെന്താണ്? കേരള ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കും കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം എന്നത്. അതുപോലെ കുടുംബശ്രീ നടപ്പിലാക്കുന്ന സാന്ത്വനം പദ്ധതി, അത് വീടുകളിലെത്തിയിട്ട് രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. ഇത് രണ്ടും ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൻ്റെ 7ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? ഉത്തരം എ ഷാജഹാൻ. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആരാണ് ഇപ്പോഴത്തെ? ഗ്യാനേഷ് കുമാറാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ആയിരിക്കും. ഇതിലേതാണ് ആദ്യം പൂർത്തിയാകുന്നത് അതായിരിക്കും കാലാവധി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആരംഭിച്ച വെബ് പോർട്ടൽ. ഉത്തരം സുനീതി. ഇപ്പോഴത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ്? ആർ ബിന്ദുവാണ് ഇപ്പോഴത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. അത് ഈ അടുത്ത ഏതൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർത്തു വയ്ക്കുക. ഇനി ഈ സാമൂഹ്യനീതി വകുപ്പ് ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകാൻ പരിരക്ഷ എന്ന പദ്ധതി, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയാൻ ഈ ബാലവേല, ബാലഭിക്ഷാടനം അങ്ങനത്തെയൊക്കെ ചൂഷണം തടയാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. ഇതൊക്കെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ഉദാഹരണങ്ങളാണ്. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്, ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം രംഗശ്രീ. കുടുംബശ്രീ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബശ്രീ. 1998 മെയ് 17 അത് സ്ഥാപിതമായത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് രംഗശ്രീ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിഫ്ബിയുടെ പൂർണ്ണ രൂപം എന്ത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. എന്താണ് കിഫ്ബി? കേരള സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായിട്ട് രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി. 1999 ഇത് രൂപീകരിച്ചത്. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാന് പിണറായി വിജയനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 19. ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ഏപ്രിൽ 24. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 19 കേരളത്തിൻ്റെ പഞ്ചായത്തി രാജ് ദിനമായത്? നമ്മൾ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമായിട്ടുള്ള ഫെബ്രുവരി 19 നമ്മൾ കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24, ഓർത്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഉത്തരം 2008 28ാം നമ്പർ ആക്ട്. ഈ 2008 ഓഗസ്റ്റ് 12 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം പിന്നീട് 2018 ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ 1 മുതൽ
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് 23 രൂപയാണ്. ഇപ്പോൾ 369 രൂപയാണ് ഒരു ദിവസത്തെ വേതനം. ഈ തൊഴിലുറപ്പ് പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് നിലവിൽ വന്നത്. അതായത് 2006 ഫെബ്രുവരി 2-നാണ് നിലവിൽ വന്നത്. ഇത് പ്രകാരം ഒരാൾക്ക് താമസ സ്ഥലത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ 100 ദിവസം തൊഴിൽ ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം, അതായത് കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് ആസ്ഥാനമാക്കിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏത് മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവകേരളം കർമ്മ പദ്ധതി. നവകേരളം കർമ്മ പദ്ധതി എന്താണ്? കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോട് അനുബന്ധിച്ചിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു സമഗ്ര വികസന പദ്ധതിയാണിത്. 2016 നവംബർ 10-നാണ് ഇത് ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.